ഇന്ത്യക്ക് തന്നെ മാതൃകയായ കേരളത്തിലെ ആരോഗ്യ മേഖല, ആ ആരോഗ്യ മേഖല കഴിഞ്ഞ 9 വർഷം കൊണ്ട് നേടിയ നേട്ടങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അത്രയും വലിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അതിനെ പുറകോട്ട് നയിക്കുന്ന ചില നടപടികളെങ്കിലും ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. മാധ്യമങ്ങളടക്കം ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതിന് ഒരു ഉപായമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിനെതിരെ വലിയൊരു ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ടാണ് ഇന്ന് KGOയും NGO യൂണിയനും KGNയും കൂടി ചേർന്നുകൊണ്ട് പൊതുജനാരോഗ്യ സംരക്ഷണ ശൃംഖല ഇന്നിവിടെ ചേർത്തിട്ടുള്ളത്. ഇതിനെ നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് NGO യൂണിയന്റെ ജനറൽ സെക്രട്ടറി സഖാവ് MV ശശിധരൻ സംസാരിക്കുന്നു. അദ്ദേഹത്തിനെ ആദരവോടെ ഇതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമീപ ദിവസങ്ങളിലായി നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയ്ക്കെതിരെ വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ നടന്നു വരികയാണ്. ബോധപൂർവം സൃഷ്ടിക്കുന്ന എന്ന് തന്നെ പറയാവുന്ന കടന്നാക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വെറുതെ നടത്തുന്നതല്ല. അതിനൊരു നിമിത്തം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വാർഡിലെ ഒരു ശസ്ത്രക്രിയ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടറുടെ പ്രസ്താവനയുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് വിവാദങ്ങൾക്ക് തുടക്കം. ഉപകരണവും വാങ്ങി ശസ്ത്രക്രിയ മുടങ്ങാതെ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും വിവാദം അവസാനിക്കുന്നില്ല. വിവാദം അവസാനിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം തന്നെ ഇത് നന്നാക്കാൻ വേണ്ടിയിട്ടല്ല വിവാദം എന്നതാണ്. ഇതിനെ ശരിപ്പെടുത്താൻ വേണ്ടി, നന്മയാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇന്ന് കേരളം എന്ന് പറയുന്നത് രാജ്യത്തിനാകെ ലോകത്തിനാകെ മാതൃകയായിട്ടുള്ള സുശക്തമായ സംഘടിതമായ വിപുലീകൃതമായ ഒരു പൊതുജനാരോഗ്യ സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട്. അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ ഇവിടെ സ്വകാര്യ കച്ചവട ആരോഗ്യ കച്ചവട സൂപ്പർ സ്പെഷ്യാലിറ്റികൾക്ക് വളർന്നു വരാൻ സാധിക്കുന്നില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ് നമ്മുടെ നാട്. എന്നാൽ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളോട് കിടപിടിക്കുന്ന തരത്തിൽ നമ്മുടെ താലൂക്ക് ആശുപത്രികൾ പോലും വളർന്നു വരികയാണ്. അങ്ങനെ വളർന്നു വരുമ്പോൾ അതിനെ ഇല്ലാതാക്കുക, അതിനെ തടസ്സപ്പെടുത്തുക, അതിനെ പിന്നോട്ടടിപ്പിക്കുക എന്ന ഗൂഢശ്രമം ഈ ഇന്ന് നടക്കുന്ന വിവാദങ്ങൾക്ക് പിന്നിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ്. ഇന്ത്യയിൽ തന്നെ, ലോകത്തിന് തന്നെ കേരളത്തിന്റെ ആരോഗ്യ മേഖല മാതൃകയാകുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഈ ചർച്ചയുടെ ഭാഗമായി ചോദിച്ചു, എന്ത് മാതൃകയാണ്, കേരളത്തിന് എന്താ നമ്പർ 1 എന്ന്. ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്തേ നിങ്ങൾ 78 കൊല്ലം ജീവിക്കുന്നു, എന്തേ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലും കന്നഡക്കാരനും ഗുജറാത്തിയും UPയും ഒക്കെ 70 വയസ്സാകുമ്പോൾ ശരാശരി ആയുർദൈർഘ്യം വരുന്നു. കേരളത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ത്യയുടെ ശരാശരി ആയുർദൈർഘ്യം എന്ന് കണക്കാക്കപ്പെടുന്നത് 70.6 വയസ്സാണ്. UPയിൽ മഹായോഗ്യനായ യോഗി ആദിത്യനാഥിന്റെയും വികസനത്തിന്റെ അപ്പസ്തലന്മാരുടെ നാടായിട്ടുള്ള ഗുജറാത്തിലും ശരാശരി ഒരു മനുഷ്യന്റെ ആയുർദൈർഘ്യം 70 വയസ്സാണ്. അങ്ങനെ 70 വയസ്സ്. UPയിൽ പുരുഷന്മാർ 66 വയസ്സാണ്. അങ്ങനെ ഒരു കേരളത്തിൽ ജനിച്ച് ജീവിക്കുന്നത് കൊണ്ട് മാത്രം 7 വർഷം ബോണസാ ജീവിക്കാൻ. അത് തന്നെയാണ് കേരളത്തിന്റെ മാതൃക. ഇനിയോ കേരളത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ വലിയ വികസനത്തിന്റെ ലോകത്തിലെ തന്നെ നമ്പർ 1 വികസിത രാജ്യമാണല്ലോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അവിടെ എത്ര ആയുർദൈർഘ്യമെന്ന് നിങ്ങൾക്കറിയൂ? 77.6 ഉള്ളൂ.